നമസ്കാരം. പാകിസ്ഥാൻ ക്രിക്കറ്റേഴ്സിനെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ച കളിക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഗാംഗുലിയോ സച്ചിനോ ഒന്നുമല്ല, സേവാഗാണ്. ക്യാപ്റ്റൻസിയിൽ താൻ ഏറ്റവും അധികം ബുദ്ധിമുട്ട് ഏറിയത് ആർക്കെതിരെ, ഏത് കളിക്കാരനെതിരെ ക്യാപ്റ്റൻസി ചെയ്തപ്പോഴാണ് എന്ന് ചോദിച്ചപ്പോൾ ഇൻസമാം ഉൽ ഹക്കിന് ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വീരേന്ദർ സേവാഗ് എന്നാണ്. ഇനി 161 മുകളിൽ കിലോമീറ്റർ മുകളിൽ പന്തെറിയുമ്പോൾ ഷോയബ് അക്തർ ഭയപ്പെട്ടിരുന്നത് ഒരേ ഒരു കളിക്കാരനെ മാത്രമാണ്, ഒരേ ഒരു ക്രിക്കറ്ററിനെ മാത്രമാണ്. അത് വീരേന്ദർ സേവാഗാണ്. സേവാഗിന് സ്പീഡെന്നോ അല്ലെങ്കിൽ കളി ജയിക്കാൻ പോകുന്നുവെന്നോ, തൻ്റെ സെഞ്ചുറിക്കരികിലാണ് താൻ നിൽക്കുന്നതെന്നോ അല്ലെങ്കിൽ ട്രിപ്പിൾ സെഞ്ചുറിക്കരികിലാണ് നിൽക്കുന്നതെന്നോ യാതൊരു തരത്തിലുള്ള സങ്കോചവുമില്ലാതെ വളരെ നിസ്സാരമായി അനായാസം ക്രിക്കറ്റ് കളിക്കുവാൻ സാധിക്കുന്ന അപൂർവം ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് സേവാഗ്. ഒട്ടും ഫുട് വർക്കില്ല. ഇറങ്ങി കളിക്കുന്നുണ്ടോ? ഇല്ല. നിന്നുകൊണ്ടാണ് എല്ലാ മാച്ചും. ഇനി ഫുട് വർക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ അദ്ദേഹത്തിന് വെല്ലാൻ ഇനി ചരിത്രത്തിലെന്നല്ല, ഇനിയൊരു ക്രിക്കറ്റേഴ്സിനെ ലോകം എല്ലാ ഗുണഗണങ്ങളും കൂടി സൃഷ്ടിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ഏറ്റവും അധികം ശക്തനായ ഒരു ക്രിക്കറ്ററാണ് വീരേന്ദർ സേവാഗ്. വീരേന്ദർ സേവാഗിനെ കുറിച്ച് ഷോയബ് അക്തറും ഇൻസമാം ഉൽ ഹക്കും മാത്രമല്ല, ലോകത്തിൽ ഏറ്റവും അധികം ക്രിക്കറ്റേഴ്സ് ബാറ്റ്സ്മാൻമാർ ഭയപ്പെട്ടിരുന്ന സ്പിൻ ബൗളറാണ് മുത്തയ്യ മുരളീധരൻ. 6.67 എക്കണോമി റേറ്റിൽ ലോകത്തെ മുഴുവൻ ഞെട്ടിത്തെരിപ്പിച്ച ബൗളർ. അദ്ദേഹത്തിനും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു. സേവാഗിനെതിരെ പന്തെറിയണമെങ്കിൽ ഒരല്പം ഭയക്കും. കാരണം അദ്ദേഹത്തിന് ആര് പന്തെറിയുന്നെന്നോ, എവിടെ വെച്ചാണ് പന്തെറിയുന്നെന്നോ, ഏതവസ്ഥയിലാണ് പന്തെറിയുന്നെന്നോ ഒന്നുമേ ചിന്തയില്ല. അദ്ദേഹത്തിന് ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ: വരുന്ന ബോളിനെ ബൗണ്ടറി കടത്തുക. വിവിയൻ റിച്ചാർഡ്സിനെ കുറിച്ചാണ് ഇത്തരത്തിൽ മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സച്ചിനെ കുറിച്ചും ധാരാളം പേർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിൽ ലോകം ഭയപ്പെട്ടിരുന്ന ഒരു ക്രിക്കറ്റർ വീരേന്ദർ സേവാഗ് മാത്രമാണ്. ഈ അടുത്തയിടെയായി സേവാഗിനെ കുറിച്ചുള്ളൊരു വാക്കുകൾ വൈറലായിരിക്കുന്നത് സൗരവ് ഗാംഗുലിയുടെയാണ്. സൗരവ് ഗാംഗുലി ഒരു കളിക്കിടയിൽ പറയേണ്ടായി, ഒരു റണ്ണ് മാത്രം, ഒരു സിംഗിൾ എടുത്ത് കളിച്ചാൽ മാത്രം മതി എന്ന്. പക്ഷേ ആ ഓവറിൽ 4 4 അടിച്ചതിന് ശേഷം ഒരു സിംഗിൾ പൂർത്തിയാക്കുന്ന ഒരു ബാറ്റ്സ്മാനെ ലോകം കണ്ടു. അതിനുശേഷം ആ സിംഗിൾ എടുത്തതിന് ശേഷം ഗാംഗുലിയോട് ചെന്ന് പറയുകയാണ്, ഞാൻ സിംഗിൾ എടുത്തിട്ടുണ്ടെന്ന്. ചിരിയല്ലാതെ മറ്റൊന്നും മറുപടിയായി നൽകുവാൻ ദാദയ്ക്കുണ്ടായിരുന്നില്ല. ആ രീതിയിലാണ് വീരേന്ദർ സേവാഗിൻ്റെ കളിക്കളത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇത്രയധികം നാളായിട്ടും സേവാഗിനെ മറക്കുവാനായിട്ട്, അല്ലെങ്കിൽ സേവാഗിനെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിനരാത്രം പോലും ഒരു ക്രിക്കറ്റ് പ്രേമിയുടെ മനസ്സിലും ഉണ്ടാകാൻ സാധ്യതയില്ല. അത്രയേറെ പ്രാധാന്യമുണ്ട് വീരേന്ദർ സേവാഗിന് ഇന്ത്യൻ ക്രിക്കറ്റിൽ. വീരേന്ദർ സേവാഗ് എന്നാൽ ഗോഡ് ഓഫ് ദ ക്രിക്കറ്റ് അല്ലായിരിക്കാം, പക്ഷേ അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടാക്കിയൊരു ഓളം ഒരു ക്രിക്കറ്ററിനും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.